പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്ത് തന്നെ വലിയ തയ്യാറെടുപ്പോട് കൂടിയിട്ടുള്ള ഒരു പുനഃപരീക്ഷ നടക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ പരീക്ഷ നടക്കുന്നത്. നീറ്റ് UG പരീക്ഷ ആണ്, പുനഃപരീക്ഷയാണ് നടക്കുന്നത് എന്നതാണ്. ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വലിയ വിവാദം സൃഷ്ടിക്കപ്പെട്ട, അല്ലെങ്കിൽ വലിയ തോതിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായ ഒന്നായിരുന്നു ഈ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ നടപടി. അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയെ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തത് എന്നതും അതിന് പിന്നിൽ വലിയ തട്ടിപ്പുണ്ടായി എന്നുമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷ നടത്തിപ്പിന് തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് മോക്ക് ഡ്രിൽ അടക്കം നടത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മോക്ക് ഡ്രിൽ അടക്കം പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തി അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയും വലിയ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്നതാണ്. ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം ഉൾപ്പെടെ വിലക്കിക്കൊണ്ടുള്ള ഒരു നടപടി അത്തരം വലിയ തയ്യാറെടുപ്പിലേക്ക് ആണ് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 5:15 വരെയാണ് പരീക്ഷ നടക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആ പരീക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നത് ഒരിക്കൽ കുറിപ്പിക്കാം. കഴിഞ്ഞ മെയ് 3 ആയിരുന്നു നീറ്റ് UG പരീക്ഷ നടന്നത് എന്നതാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കറിയാം, ലക്ഷക്കണക്കിന് കുട്ടികളാണ്, രാജ്യത്തെ കുട്ടികളാണ് തയ്യാറെടുക്കുന്നത്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളുമൊക്കെ നീണ്ട തയ്യാറെടുപ്പ് എന്ന് തന്നെ പറയാം. ചില കുട്ടികളൊക്കെ ഇതിനു വേണ്ടി തന്നെ പഠനകാലം മാറ്റിവെച്ചുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് എഴുതിയ ഒരു പരീക്ഷയായിരുന്നു മെയ് 3 നടന്നത് എന്നതാണ്. എന്നാൽ ആ പരീക്ഷ മെയ് 12 റദ്ദാക്കിയ സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഓർക്കുക, 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ തയ്യാറെടുത്ത് എഴുതിയ ഒരു പരീക്ഷ, രാജ്യത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ പരീക്ഷകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ യോഗ്യതാ പരീക്ഷകളിൽ ഒന്നാണ് ഇത്തരത്തിൽ മെയ് 12 റദ്ദാക്കേണ്ടി വന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്നതാണ്. രാജസ്ഥാനിലെ സിക്കാറിൽ 150 പേജുള്ള ഗസ്റ്റ് പേപ്പർ ചോർന്നു എന്നതായിരുന്നു. അതായത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നു എന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് സാങ്കേതികമായി തന്നെ അങ്ങനെ ചോർന്നു എന്നത് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡേറ്റ ചോർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ പരീക്ഷ റദ്ദാക്കിയത് എന്നതാണ്. ഏറ്റവും സങ്കടകരമാകുന്ന ഒന്ന് എന്നത്, ഈ പരീക്ഷ റദ്ദാക്കിയതിന് ശേഷം 37 ദിവസത്തിനിടെ രാജ്യത്ത് 12 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ്. അതായത് നന്നായി പഠിക്കുന്ന കുട്ടികൾ, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കും എന്ന് കരുതിയ പ്രതീക്ഷിച്ച കുട്ടികൾ, തങ്ങൾക്ക് വലിയൊരു ജീവിതാവസരത്തിലേക്ക് കടക്കുന്ന ഒരു പരീക്ഷയെ ഏറ്റവും ധീരമായി നേരിട്ട കുട്ടികൾ, അവർ യഥാർത്ഥത്തിൽ ഈ പരീക്ഷ റദ്ദാക്കപ്പെട്ടപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്നതാണ് എടുത്തു പറയേണ്ടത്. കാര്യം നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്, ആത്മഹത്യ ഒന്നിനും പ്രതിവിധിയല്ല. ഒരു പരീക്ഷ പരാജയപ്പെട്ടു എന്നാൽ അത് ജീവിതത്തിൽ തോറ്റുപോകലല്ല എന്നൊക്കെ പറയുമ്പോഴും ഈ കുട്ടികൾ അത്രമേൽ കഠിനാധ്വാനം ചെയ്ത ഒരു പരീക്ഷയായിരുന്നു റദ്ദാക്കിയത്. അതിൽ മനംനൊന്താണ് 12 വിദ്യാർത്ഥികൾ രാജ്യത്ത് എമ്പാടും ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ഏറെ ഗൗരവം ഉള്ളത്. ഒരു തരത്തിലുമുള്ള പിഴവുകൾ സംഭവിക്കാതെ പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നതാണ്. ഇനി നമ്മൾ ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 5:15 വരെയാണ് ഈ പരീക്ഷയ്ക്കുള്ള സമയം എന്നതാണ്. ഓർക്കുക, കഴിഞ്ഞ തവണ വരെ പരീക്ഷയ്ക്ക് 5 മണി വരെയായിരുന്നു സമയം അനുവദിച്ചത്. ഇത്തവണ 15 മിനിറ്റ് അധികമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, ഈ പരീക്ഷ എഴുതുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നുണ്ട്. അത് വൈകിട്ട് 6:20 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അവർക്ക് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി പരീക്ഷാ സെൻ്ററുകളിലേക്ക് പലരും എത്തിയിട്ടുണ്ട്. 1:30 മുമ്പ് പരീക്ഷാ ഹാളിലേക്ക് എല്ലാവരും എത്തണം, പ്രവേശിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. രാവിലെ 11 ശേഷം ഈ പറയുന്നത് പോലെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇന്ത്യയിൽ ഏതാണ്ട് 551 നഗരങ്ങളിൽ ആണ് ഈ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത് എന്നതാണ്. ഓർക്കുക, രാജ്യത്താകമാനമാണ് 551 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത്. രാജ്യത്തിന് പുറത്ത് 14 നഗരങ്ങളിൽ കൂടിയാണ് പരീക്ഷ നടക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഏതാണ്ട് 5000-ൽ-അധികം പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആണ് ഇന്ന് ഈ പുനഃപരീക്ഷ നടക്കാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആണ് ഈ പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടി മാസങ്ങളായി ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ 22.79 ലക്ഷം പേർ ആണ് ഈ പുനഃപരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തത് എന്നതാണ്
വിവരമായി ചേർക്കാനുള്ളത്. അതിൽ എത്ര പേർ പരീക്ഷ എഴുതും എന്നത് ഇന്നത്തെ പരീക്ഷയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ചില നിർദ്ദേശങ്ങൾ കൂടി അവർക്ക് നൽകിയിരുന്നു. അത് മെയ് മാസത്തിൽ നടന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഉപയോഗിക്കരുത്. മെയ് 3 നടന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനു പകരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് പുതിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും ഈ അഡ്മിറ്റ് കാർഡുമായാണ് ഇവർ പരീക്ഷയ്ക്ക് എത്തേണ്ടത് എന്നുള്ളതുമാണ്. ഒപ്പം നേരത്തെ ഈ പരീക്ഷയിൽ ക്രമക്കേട് നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ സുരക്ഷാ സംവിധാനങ്ങളടക്കം അതീവ ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുള്ളത് എന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 1930 എന്ന നമ്പർ ആണ്. സൈബർ കുറ്റകൃത്യങ്ങൾ, അതായത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ തട്ടിപ്പുകളടക്കം ഈ പരീക്ഷയിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പല മെസ്സേജുകളും ഒക്കെ വരുന്ന സാഹചര്യമുണ്ട്. വലിയ സൈബർ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ ഉടനെ ബന്ധപ്പെടേണ്ട നമ്പർ നൽകിയിട്ടുള്ളത്. ഇനി ഇതാ നോക്കൂ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിഴവ് സംഭവിച്ച പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ്, അതായത് ചോദ്യപേപ്പർ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കുന്നത് മുതൽ ഈ പരീക്ഷ എഴുതി കുട്ടികളുടെ ആൻസർ ഷീറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അതീവ സുരക്ഷയോട് കൂടിയാണ് നടക്കുന്നത്. അത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ് സേനയും കേന്ദ്ര സേനയും ഇതിൻ്റെ ഭാഗമായി, അതായത് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എസ്കോർട്ട് ടീമുകൾ അടക്കം ഉണ്ട് എന്നതാണ്. അതായത് ഈ ചോദ്യപേപ്പർ കൊണ്ടുപോകുന്ന വഴികളിൽ ഉൾപ്പെടെ ഒരു കാരണവശാലും ഒരു വിവരവും ചോരരുത് എന്നതുകൊണ്ടാണ്. ഒപ്പം സിറ്റി കോർഡിനേറ്റർമാർ 647 പേരെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെ എന്നത്. അവിടെ തന്നെ സ്വതന്ത്രമായി മേൽനോട്ടം നടത്തുന്നതിന് വേണ്ടി 6669 നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും സെൻറ്റർ സൂപ്രണ്ടുമാർ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇൻവിജിലേറ്റർമാർ. അങ്ങനെ ഈ മോണിറ്റർ ചെയ്യുന്നതിന് വലിയൊരു വിഭാഗത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ പരീക്ഷയ്ക്ക് എന്നതാണ്. ഇനി പരീക്ഷാ ഹാളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ തീർച്ചയായും അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരണം, അതിന് സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊന്നും, അതായത് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ മറ്റൊന്നും ഹാളിലേക്ക് അനുവദിക്കില്ല. സുതാര്യമായ വെള്ളക്കുപ്പി, വെള്ളം മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അതും സുതാര്യമായ വെള്ളക്കുപ്പിയിലായിരിക്കണം വെള്ളം കരുതേണ്ടത് എന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്മാർട്ട് വാച്ചുകൾ, ബ്ലൂടൂത്ത് പോലെയുള്ള ഉപകരണങ്ങൾ, ഇതിനൊന്നും ഈ പ്രവേശന അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നതാണ്. അപ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോട്, പ്രത്യേകിച്ച് കാലം മാറുകയാണ്, പുതിയ സാങ്കേതിക സംവിധാനങ്ങളെയൊക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ആൾമാറാട്ടം തടയുക എന്നതാണ്. അതായത് ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ പരീക്ഷാർത്ഥിക്ക് പകരം മറ്റാരെങ്കിലും പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് അവശ്യഘട്ടത്തിൽ, അതായത് അത്രമേൽ അടിയന്തരമാകുന്ന മരണം, വിവാഹം പോലെയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ അവധി നൽകാൻ പാടുള്ളൂ. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകി. ആരെങ്കിലും അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നീക്കങ്ങൾ പോലും, അതായത് ഈ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഈ പരീക്ഷ ആൾമാറി എഴുതാൻ പാടില്ല എന്നതുകൊണ്ട് അത്രമേൽ കർശനമായ ഒരുക്കങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇത്തവണ നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. CCTV നിരീക്ഷണത്തിലാണ് ഈ പരീക്ഷാക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് എന്നതാണ്. അതായത് പിന്നീടൊരു ആരോപണം ഉയർന്നാൽ പോലും ഈ CCTVകൾ പരിശോധിക്കുമെന്നുള്ളതാണ്. ഒപ്പം മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുള്ള കർശനമായ പരിശോധന, അതായത് ഉദ്യോഗാർത്ഥികൾ, വിദ്യാർത്ഥികൾ, പരീക്ഷാർത്ഥികൾ, ഈ പരീക്ഷ എഴുതുന്നവർ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഒരു പരിധിവരെയൊക്കെ ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൃത്യമായി അറിയാവുന്നവയാണ്. അതുപോലെ തന്നെ ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് പരിശോധന, ഒരു കാരണവശാലും ആൾമാറാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഈ ടെലഗ്രാം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടെലഗ്രാം എന്ന ടെലഗ്രാം പ്ലാറ്റ്ഫോമിന് അടുത്ത ദിവസം വരെ, ജൂൺ 22 വരെ താൽക്കാലികമായി നിയന്ത്രണം രാജ്യത്ത് ഏർപ്പെടുത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു തരത്തിലുമുള്ള സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ ടെലഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ അറിയാം, അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, സന്ദേശങ്ങൾ അയക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതായത് ടെലഗ്രാമിലൂടെയാണ് വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്, പ്രത്യേകിച്ച് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്നതാണ് ഈ നിരീക്ഷണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ടെലഗ്രാം ആപ്പുകളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ടാണ്, അതായത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് നീറ്റ്
പുനഃപരീക്ഷ എന്നത് ഏറെ ശ്രദ്ധേയമാകുന്നത്. അത്രമേൽ കരുതലോടുകൂടിയുള്ള ഒരു പരീക്ഷ ഇത്തവണ നടത്തേണ്ടി വന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.